നിലപാടുകളിൽ വെള്ളം ചേർക്കാത്തതുകൊണ്ടാണ് പത്മപ്രിയ സിനിമാ ലോകത്തെ വേറിട്ട മുഖമാകുന്നത്. ഇടറാത്ത പതറാത്ത ഉറച്ച സ്ത്രീ ശബ്ദം. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ അതിഗംഭീരമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് പത്മപ്രിയ. ഒരു തെക്കൻ തല്ലുകേസ് എന്ന സിനിമയിലൂടെ സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പത്മപ്രിയ നമുക്കൊപ്പം ചേരുന്നു. പ്രിയ, ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു സോ മച്ച് ലിബി. തെക്കൻ തല്ലുകേസ് എങ്ങനെയുണ്ട്? ഗംഭീരമായ തിരിച്ചുവരവാണല്ലോ നടത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആദ്യം ആക്ച്വലി ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഞാൻ പിന്നെ സിനിമ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തിലാണ് ശ്രുജിത്തിൻ്റെ തെക്കൻ തല്ലുകേസും പിന്നെ 2 വേറെ സിനിമകൾ വന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ബിക്കോസ് നമ്മൾ സ്റ്റാൻഡേർഡ് ഒരു ടിപ്പിക്കൽ ഫുള്ളി എൻ്റർടൈനിങ് ഫിലിം എന്ന് പറയുമ്പോൾ അതിന് ഒരു ചിലപ്പോൾ നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഡെപ്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഥ നന്നായി ഉണ്ടാവുമ്പോൾ കഥാപാത്രം നന്നായി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഥാപാത്രം നന്നായി ഉണ്ടാവുമ്പോൾ കഥ നന്നായി ഉണ്ടാവില്ല. അങ്ങനെയില്ല, വേറെ ഒരു ലോകത്തിൽ പോകുമ്പോൾ 2022 നമ്മൾ 1980 ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടൊക്കെ നോക്കുമ്പോൾ കൂടുതൽ വ്യത്യാസമില്ല, പക്ഷെ വ്യത്യാസമുണ്ട്. ടു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ സംതിങ് ലൈക്ക് ദിസ് ഈസ് വെരി യുണീക്ക്. ബിക്കോസ് ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കില്ല. ടിപ്പിക്കൽ എൻ്റർടൈനേഴ്സ് എല്ലാവരും പോയി കാണാൻ പറ്റുന്ന ഒരു പടം. ഒരു പ്രത്യേക കഥയില്ല, പക്ഷെ കഥയുണ്ട്. ഈ അമ്മിണിപ്പിള്ള എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തെ മൊത്തം പേടിപ്പിക്കുന്ന, ഒരു സ്നേഹം കൊണ്ടും ധൈര്യം കൊണ്ടും ഒരു ഗ്രാമത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ. പക്ഷേ ആ ആളെ നിയന്ത്രിക്കുന്ന ശക്തയായ കഥാപാത്രമാണ് ഇതിലെ രുക്മിണി. എങ്ങനെയാണ് ഈ രുക്മിണിയിലേക്ക് ഇത്ര അനായാസമായി കയറാൻ സാധിച്ചത്? ഞാൻ ആക്ച്വലി എനിക്ക് രുക്മിണിക്ക് ഒരു ബന്ധമില്ല. ആക്ച്വലി ടെക്നിക്കലി വി ആർ നോട്ട് സെയിം അറ്റ് ഓൾ, വെരി വേരിഡ് ലെവൽസ്. ഒന്ന് കട്ടുകാലത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ എന്താ പറഞ്ഞാലും ഒരു 2000 ജനറേഷൻ്റെ ആളാണ്. 1980s ഉള്ള സ്ത്രീകളുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറും ഒന്നും എനിക്കറിയാത്ത ഒരു കാര്യമായിരുന്നു. സോ അതിൻ്റെ എക്സ്പ്ലോറേഷൻ എനിക്ക് തന്നെ ഒരു പുതിയതായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു റെഫറൻസ് പോയിൻ്റ് എനിക്ക് ആക്ച്വലി എൻ്റെ അമ്മൂമ്മയായിരുന്നു. ഞാൻ ഇപ്പോഴും രുക്മിണി കാണുമ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ യങ്കർ ഇയേഴ്സാണ് എനിക്ക് ഓർമ്മ വരും. ബിക്കോസ് അവരൊക്കെ വന്ന് നിൽക്കുമ്പോൾ ദ വെരി ഡിപ്ലോമാറ്റിക് വുമൻ. അവർക്ക് എല്ലാ കുഴപ്പങ്ങളുണ്ടാവും. അവർ ഭയങ്കര നല്ല സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റില്ല, മോശ സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് എല്ലാ കുഴപ്പങ്ങളുണ്ടാവും, പക്ഷെ നല്ല സ്നേഹത്തുള്ള ആൾക്കാരായിട്ടുണ്ടാവും. അവർ പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മ വന്നിട്ട് ഇതിങ്ങനെ തന്നെ ചെയ്യണം, നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ട് ആൾക്കാരുണ്ടായാലും ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കണം, അതങ്ങനെ തന്നെ നടക്കും. സോ ദ സ്ട്രെങ്ത് കംസ്, ഈ അതോറിറ്റി സ്ട്രെങ്ത് പറഞ്ഞത് ചുമ്മാ ഒരു പവർ കൊണ്ടൊന്നുമില്ല. ഇറ്റ് കംസ് ഫ്രം എ സ്പേസ് ഓഫ് ലവ്, ഒരു എക്സ്ട്രീം കൺസേൺ. അവർ ആ പരിപാടിയിൽ ആ മറുപടിയിൽ എത്ര തെറ്റായാലും നമ്മളത് അങ്ങനെ അവർ വിട്ട് കൊടുക്കും. ബിക്കോസ് യു നോ ദറ്റ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദാറ്റ് സ്പേസ് ഓഫ് ട്രൂത്ത് അല്ലേ, അവരുടെ ഒരു ട്രൂത്തിൽ നിന്നാണ് അത് വരുന്നത്. അതാണ് എനിക്ക് ശരിക്കും രുക്മിണി. ആൻഡ് സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ടു ബി പാർട്ട് ഓഫ് ദ സ്റ്റോറി. ഇതിൽ ചില സീനുകൾ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഒന്ന്, ഈ കറിച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുമ്പോൾ, അമ്മിണിപ്പിള്ള തലയ്ക്കടിക്കുമ്പോൾ വളരെ ശക്തമായി റിയാക്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന രുക്മിണി. പിന്നീട് തിരിച്ച് ഭർത്താവിന് ഒരു അപകടമുണ്ടായി, സ്ഥിതി മോശമാണെന്ന് അറിയുമ്പോൾ തിരിച്ചു വരുന്ന രുക്മിണി. പിന്നീട് അതുപോലെ തന്നെ വന്നു കഴിയുമ്പോൾ എതിർക്കുന്നവരെ അടിച്ചോളാൻ പറഞ്ഞു വിടുന്ന രുക്മിണി. ഇത്രത്തോളം ശക്തയായ ഒരു കഥാപാത്രമാണ് രുക്മിണി എന്ന് ഈ സിനിമയുടെ കഥ വായിച്ചപ്പോഴോ അല്ലെങ്കിൽ അഭിനയിച്ചപ്പോഴോ ഒക്കെ ബോധ്യപ്പെട്ടിരുന്നോ? എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. ഇപ്പോൾ അമ്മിണിയും രുക്മിണിയുടെ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തി റിലേഷൻഷിപ്പാണ്. അവൾ എത്രത്തോളം വീടിൻ്റെ പണി നോക്കുന്ന ആളായാലും അമ്മിണിക്ക് സുഖമില്ലെങ്കിൽ, അവർക്ക് ജോലിക്ക് പോകാതെ ഇരിക്കുകയാണെങ്കിൽ അവർ വന്ന് രുക്മിണി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. അത്ര ഒരു സോഫ്റ്റ്നെസ്സും രുക്മിണി ഡോമിനേറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നതും അവളുടെ കൂടെ അത് സമ്മതിക്കുന്ന ഒരാളുമാണ്. സോ ഇൻ ദ സെൻസ് ദാറ്റ് അവൾക്കും വാശിയുണ്ട്, അവളുടെ ഉള്ള വാശിയും ബിജുവേട്ടനിക്ക് ഇഷ്ടപ്പെട്ടാതെ അമ്മിണിക്ക് ഇഷ്ടപ്പെട്ടാതെ കുറേ കാര്യങ്ങളുണ്ടാവാം. അത് എല്ലാ സീൻസിലും അങ്ങനെ പറഞ്ഞു വന്നില്ലെങ്കിലും അത് ശ്രീജിത്ത് നന്നായി അത് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ദേ ഹാവ് എ വെരി പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഇങ്ങോട്ടും അങ്ങോട്ടും തന്നിട്ട് പോകാനുള്ള ഒരു ട്രസ്റ്റിലെ ഒരു സ്നേഹത്തിൻ്റെ കൂടെ വന്ന് ജീവിച്ചു പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് അമ്മിണിയും രുക്മിണിയുടെ. ഇറ്റ്സ് വെരി പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് എ മെച്ചോറിറ്റി. ഇറ്റ്സ് നോട്ട് സംതിങ് വിച്ച് കംസ് വിത്ത് ഏജ്, ഇറ്റ്സ് കംസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം മുൻനിര നായകന്മാരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് മലയാളത്തിൽ. മമ്മൂട്ടിയുടെ ഒപ്പവും മോഹൻലാലിനൊപ്പവും
ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ബിജു മേനോനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ നായകനെ കമ്പയർ ചെയ്യുന്നത്? I mean, it's impossible to compare actors, first of all, because നമ്മളൊരു കഥയുടെ അകത്താണ് വരുന്നത്. ഇപ്പോൾ ബിജുവേട്ടനെ എന്നെ ചോദിച്ചാൽ ഞാൻ പത്മപ്രിയയും രുക്മിണിക്കും ഒരു കണക്ഷൻ ഇല്ല അല്ലേ. സോ നമ്മളൊരു കഥയിലെ ഒരു ഡയറക്ടറും ഒരു സ്റ്റോറി ടെല്ലറിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ സെറ്റിൽ വന്നത്. അപ്പോൾ ആ അസോസിയേഷൻ ഇപ്പോൾ നമുക്ക് തന്നെ കൂടെ ഞാൻ കാഴ്ചയും ചെയ്തിട്ടുണ്ട്, പഴശ്ശിരാജയും ചെയ്തിട്ടുണ്ട്. കാഴ്ചയിൽ നമുക്ക് എല്ലാം കുറേ ഇൻറ്റിമേറ്റ് സീക്വൻസസ് ആണ്, പഴശ്ശിയിലുള്ള സീക്വൻസസ് വേറെയാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പും ആ സ്പേസും അതിൻ്റെ കൂടെ ആ കഥൻ്റെ കൂടെ നമ്മളുടെ അസോസിയേഷൻ അണ്ടർസ്റ്റാൻഡിങ്ങും മാറും. ബിജുവേട്ടൻ ഇസ് എ ഡിഫറെൻറ്റ് പേഴ്സൺ ഓൾ ടുഗെദർ. ഹീസ് എക്സ്ട്രീംലി വാം, പിന്നെ ഭയങ്കര വണ്ടറബിൾ ആളാണല്ലോ. സോ ദേഷ്യം പെട്ടാലും നമ്മൾക്ക് അവർ ദേഷ്യപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം തോന്നും. അങ്ങനത്തെ ഒരു ആൻഡ് ദാറ്റ്സ് ഗ്രേറ്റ് ഫോർ എൻ ആക്ടർ, ബിക്കോസ് ഒരു ഇമോഷനിൽ പോയി നിൽക്കില്ല ബിജുവേട്ടൻ്റെ മുഖം. സാധാരണഗതിയിൽ അനുകൽപ്പനം നടത്തുമ്പോൾ, അതായത് ഒരു സാഹിത്യകൃതി സിനിമയാക്കി മാറ്റുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ കനം ചോർന്നു പോകാറുണ്ട്. ഇതിൽ പക്ഷേ അങ്ങനെയല്ല. ഇന്ദുഗോപൻ്റെ അമ്മിണിപ്പിള്ള വെട്ടുകേസിലെ രുക്മിണിയുടെ അതേ രൂപവും ഭാവവുമാണ് ഇതിലെ രുക്മിണിക്ക്. അതിനായി പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? Director and writer have explored the idea of honor very well. When you sit from 2022 and you see 1980s ഈ ഓണർ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എങ്ങനെ നോക്കിയാൽ അതും അത്ര മാറിയിട്ടില്ല. ആ സ്പേസിൽ ഇടുന്ന കാര്യങ്ങൾ, അതിൻ്റെ കൂടെ വരുന്ന വിഷമങ്ങൾ, കൺസേൺസ്, അതും ഭയങ്കര റിയലാണ്. അവളുടെ വൾനറബിലിറ്റീസും അവളുടെ സുഹൃത്തിൻ്റെ കൂടെ നടക്കുന്ന, ബിക്കോസ് വാസന്തിയിൽ നടക്കുന്ന ജീവിതത്തിൽ നടക്കുന്നത് അവളുടെ ജീവിതത്തിൽ മാത്രം നടക്കുന്ന കാര്യമില്ല, അത് ആക്ച്വലി കൂടുതൽ രുക്മിണിക്കാണ് ബാധിക്കുന്നത്. സോ ഫോർ ഹെർ ഇറ്റ് ഈസ് ലൈക്ക് ഹെർ ലൈഫ്. എൻ്റെ ലൈഫിലാകാത്ത കാര്യങ്ങൾ വാസന്തിൻ്റെ ലൈഫിലാകാതെ ഇരിക്കാതെ അങ്ങനെ it should not be possible for her. So she lives for others, but she still knows how to stand for herself. അവൾ ഭയങ്കര പെർഫെക്റ്റ് ക്യാരക്ടറൊന്നുമില്ല, പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ പറയില്ല. അവൾക്ക് നല്ല കുഴപ്പങ്ങളുണ്ട്. അവളുടെ ചില നടപാടുകൾ, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലെല്ലാം കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ആ പെർസ്പെക്റ്റീവിൽ ആ ടൈമും ആ സ്പാനിൽ നോക്കിയാൽ ആ സ്ത്രീ ആ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, അവളെ കുറിച്ച് നന്നായി അവർ പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് സ്കെച്ച് ചെയ്ത ഒരു ക്യാരക്ടറാണ്. രുക്മിണിയോളം തന്നെ ശക്തമായ കഥാപാത്രമാണല്ലോ ഇതിൽ നിമിഷ ചെയ്തിരിക്കുന്ന വാസന്തിയും. നിമിഷയുടെ കൂടെയുള്ള അഭിനയം, നിമിഷ എന്ന് പറയുന്ന സഹനടിയെ എങ്ങനെ കാണാം? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു നടിയാണ്. ആൻഡ് ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് ഹർ. ആൻഡ് ഈ കഥ വന്നിട്ട് പിന്നെ വാസന്തി നിമിഷ പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞു. ബട്ട് ആക്ച്വലി ഐ ഫൗണ്ട് നിമിഷസ് ക്യാരക്ടർ വാസന്തി ഈസ് വെരി സ്ട്രോങ്. പണ്ടത്തെ കാലത്ത് 1980s നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇറ്റ് മേ ബി വെരി കൂൾ ടു സേ ഐ വിൽ ബി എ സിംഗിൾ മദർ. പക്ഷെ 1980s കാലത്തിൽ ഞാൻ ഓപ്പണായിട്ട് ഞാൻ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്സ് എൻ്റെ കാമുകൻ്റെ കൂടെ വെക്കും, കുട്ടി വന്നാൽ ഞാൻ ജീവിച്ചോളും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കലയിലെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമില്ല ആ സമയത്തിൽ. വെരി വെൽ. വെൻ യു സിറ്റ് ഫ്രം 2022 ആൻഡ് യു സീ 1980s ഈ ഓണർ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എങ്ങനെ നോക്കിയാൽ അതും അത്ര മാറിയിട്ടില്ല. അതിൻ്റെ സർക്കംസ്റ്റാൻസസ്, ഫോമാറ്റ് ഓഫ് എക്സ്പ്രഷനേ മാറിയിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ ചുറ്റും സൊസൈറ്റി എന്താ പറയുന്നുണ്ട് അതനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് എന്ത് പറഞ്ഞാലും. സോ അതൊക്കെ മാറി കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് വാസന്തിയും. സോ അത് നിമിഷയുടെ കഴിവ് തന്നെയാണ്. സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് ഷീസ് എ വണ്ടർഫുൾ കോ ആക്ടർ. ഞാൻ വിചാരിച്ച പോലെ അതിൻ്റെ കാലം ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നിമിഷയുടെ കൂടെ വർക്ക് ചെയ്തത്. കാഴ്ചയിലെ ലക്ഷ്മി, അതുപോലെ തന്നെ വടക്കുംനാഥനിലെ മീര, ഈ കഥാപാത്രങ്ങളുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് രുക്മിണി ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായി നിൽക്കുന്നത്? ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസ് ആണല്ലോ. സോ ഫോർ ഇൻസ്റ്റൻസ് കാഴ്ച ചെയ്യുമ്പോൾ എനിക്ക് മലയാളം തന്നെ അറിയില്ലായിരുന്നു. ഒരു തെക്കൻ നെല്ല് കേസ് ചെയ്യുമ്പോൾ മലയാളം സംസാരിച്ചിട്ട് കുറേ കാലമായിരുന്നു. അപ്പോൾ മലയാളം സംസാരിക്കുന്നതിന് ഒരു കഴിവ് വേണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ശ്രമം മാത്രമാണ്. മറ്റത് സ്പെഷ്യലി തെക്കൻ നെല്ല് കേസിൽ ഞാൻ പറഞ്ഞില്ലേ, ആക്ടേഴ്സിന് പ്രത്യേകമായിട്ട് അവിടെ വന്ന് ജീവിച്ചാൽ മതി, അവരവരുടെ റോൾ ചെയ്താൽ മതിയായിരുന്നു. മറ്റതൊക്കെ ഇവർ ഏറ്റെടുത്തതുകൊണ്ട് ടെക്നിക്കൽ ക്രൂ മുഴുവനായിട്ട് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. സീരിയസ്ലി ദേ ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ്. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങോട്ടും വി ഹാവ് ടു ജസ്റ്റ് തിങ്ക് ത്രൂ ആൻഡ് ബി പാർട്ട് ഓഫ് ഇറ്റ്. എനിക്ക് ഉള്ള ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉള്ള പത്മപ്രിയ പോയി രുക്മിണി പോലെ ഒരു സ്ത്രീ 1980s ഒരു സ്ത്രീ ജീവിക്കാൻ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. ബിക്കോസ് അവരുടെ മോറൽ വാല്യൂസും അവരുടെ ഒരു നോട്ടും കാഴ്ച എല്ലാം വേറെ അല്ലേ.
So you have to make that believable. So that is my only work. So അത് ഒരു ചാലഞ്ചാണ്. ഒരു മധുരയിലെ വെച്ച് ഒരു ഫസ്റ്റ് എയ്ഡ്സ് പേഷ്യൻറ്റ് ഡോക്യുമെൻറ്റ് ചെയ്യുന്ന ഒരു പടം, മിരുഗം എന്ന് ഒരു പടം ചെയ്തപ്പോൾ that was a totally different, that was a 1960s based period in Tamil Nadu. First AIDS patient was actually, it was a fictional film, പക്ഷേ feature film ആയാലും it was actually documenting a real life story. So very very different experiences. And ഇത് പ്രത്യേകമായിട്ട് ഇതാണ് നമ്മൾ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല ഒരു ആക്ടറിൻ്റെ ലൈഫിൽ. I don't know if there are actors who can clearly say that. It comes with every storyteller. ഞാൻ ഇപ്പോൾ if you look at the way I look in Rukmani and Kacha, they're very different. And അത് ആണത് ബിക്കോസ് ആ സ്റ്റോറി ടെല്ലറുടെ വിഷനാണ്. അവർ നമ്മളുടെ മുഖം നോക്കുമ്പോൾ, നമ്മളുടെ ബോഡിയെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ബോഡി ലാംഗ്വേജും ഫേസുമാണ് നോക്കുന്നത്. അത് നമ്മൾ അവിടേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു എഫേർട്ടാണ് ഒരു ആക്ടറുണ്ട്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. മൃഗം സിനിമയെക്കുറിച്ച് ഇവിടെ പ്രിയ പരാമർശിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, അന്ന് ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് സംവിധായകൻ മോശമായി പെരുമാറി എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അന്ന് പ്രിയ കരഞ്ഞുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. അന്ന് കരയുന്ന ഒരു പത്മപ്രിയയിൽ നിന്ന് വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ സമാനമായ ഒരു സാഹചര്യത്തെ പ്രിയ എങ്ങനെയായിരിക്കും നേരിടുക? ഞാൻ അപ്പോഴും അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, എപ്പോഴും അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്നെ എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഒബ്വിയസ്ലി കരച്ചിലൊക്കെ വരും. പക്ഷെ അപ്പോഴും ഇപ്പോഴും എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ടു ഗോ ആൻഡ് സ്പീക്ക് ആൻഡ് ഗെറ്റ് വാട്ട് ഈസ് റൈറ്റ്. അങ്ങനെ ചുമ്മാ അങ്ങനെ വയലൻസ് ഒക്കെ കാണിക്കാൻ പറ്റില്ലല്ലോ സെറ്റിൽ, ഒരു റീസൺ ഇല്ലാതെ. സോ ഇൻ എ വേ ഇഫ് സംതിങ്, ഐ വുഡ് നെവർ വാണ്ട് സംതിങ് ലൈക്ക് ദാറ്റ് ടു ഹാപ്പൻ. ഞാൻ എപ്പോഴും എൻ്റെ ഡയറക്ടേഴ്സ് നല്ലോണം സൂക്ഷിച്ച് നോക്കുന്ന ഒരു ആളാണ്. എപ്പോഴും എൻ്റെ സ്റ്റോറി ടെല്ലർ ആരാണ്, അവരുടെ മോട്ടിവേഷൻസ് എന്താണ്, അവർ ആസ് ഹ്യൂമൻ ബീങ്സ് ഹൂ ദേ ആർ, അതെനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ മിക്കവരും സിനിമകൾ ഞാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിലും സംടൈംസ് you make choices because സിനിമയിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. സംടൈംസ് യു ഡു എ ഫിലിം ബിക്കോസ് യു വാണ്ട് ടു ഡു ഇറ്റ്. WCC കൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വലിയ വ്യത്യാസമെന്ന് പറഞ്ഞാൽ മൃഗം സമയത്തിൽ നിങ്ങൾ ഹെഡ്ലൈൻസ് ഒക്കെ നോക്കിയാൽ സ്കാൻഡൽ, ഫീമെയിൽ ഹീറോയിൻ ഇസ് എ ഇഷ്യൂ, ഹീറോയിൻ ഭയങ്കര പ്രശ്നമാണ്, അങ്ങനത്തെ ഒരു ഭാഷയിൽ നിന്ന് എന്താണ് പ്രശ്നം, വാട്ട് ഈസ് ദ ഇഷ്യൂ, വാട്ട് ആർ ദ ടു സൈഡ്സ് ടു ഇറ്റ്. സോ ഐ തിങ്ക് കോൺവെർസേഷൻ അവിടെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നീതി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നീതി കിട്ടുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾ പുറത്ത് വരും. 99% ഓഫ് ദ സെക്ഷുവൽ വയലൻസ് റിലേറ്റഡ് കേസസ്, മറ്റ് വയലൻസ് ഒക്കെ വിട്ടോളൂ. ജെൻഡർ ബയസ് ആയതുകൊണ്ട് നമ്മൾക്ക് കിട്ടാത്ത ഓപ്പർച്യൂണിറ്റീസോ അതൊക്കെ വേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കിട്ടാത്ത പേ പാക്കറ്റ്സ് അതൊക്കെ വേറെ കാര്യമായിട്ട്. ബട്ട് സ്ത്രീകളായിട്ട് വെൻ യു ഇഫ് യു ഹവ് ഹാഡ് എനി കൈൻഡ് ഓഫ് എ ഫിസിക്കൽ വയലേഷൻ, നമ്മൾ പോയി കോർട്ടിൽ പോയി ഇഫ് യു ഗോ ആൻഡ് ഫയൽ എ കേസ്, എത്രത്തോളം നീതി കിട്ടുന്നുണ്ട് നമ്മൾക്ക്? നീതി കിട്ടിയാലും ഇപ്പോൾ ബിൽക്കിസ് ബാനോയുടെ കേസിൽ നോക്കിയാൽ, because somehow as a society we don't believe this is a crime. I still feel that discrimination between sex is not considered a crime at every level. ആ വയലേഷൻ നമ്മൾ വർക്ക് പ്ലേസിൽ പേ പാരിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വൈസ് ആവട്ടെ, അല്ലെങ്കിൽ ഫിസിക്കൽ വയലൻസിൻ്റെ സ്പേസിലാവട്ടെ, വി തിങ്ക് ദാറ്റ് ഡിസ്ക്രിമിനേഷൻ ഇസ് ദ വേ ഓഫ് ലൈഫ്. അതിലുള്ള ഒരു കുഴപ്പം നല്ല ഒരു കുഴപ്പമാണത്. ഡിസ്ക്രിമിനേഷൻ കുറയ്ക്കാൻ നമ്മൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല, ഒട്ടും കുറവ് വന്നിട്ടില്ല. No, it's not, you can't say, first of all when you agree that there is a discrimination, അത് തന്നെ ഒരു വലിയ ഒരു മാറ്റമാണ്. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷൻ്റെ കോൺവെർസേഷൻ തന്നെ പുറത്ത് വന്നത് ഒരു വലിയ കാര്യമാണ് മലയാളം സിനിമയിൽ. മറ്റ് സിനിമകളിൽ വന്നിട്ട് പോയി, അല്ലെങ്കിൽ അത് അവർ അങ്ങനെ മറിച്ചു. സോ ഇൻ എ വേ ഐ ഫീൽ that way the society is very progressive, that we are talking about it as an issue. പക്ഷേ അതുമാത്രം പോരല്ലേ, ഇനിയിപ്പോൾ ഡിസ്കഷൻ ചെയ്തിട്ട് തന്നെ പോസിറ്റീവായിട്ട് ഇതിനെ എങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശ്രമവും നമ്മൾ നടത്തണം. ആ ശ്രമം നടത്തണമെങ്കിൽ ആ മൈൻഡ് സെറ്റ് മുഴുവനായിട്ട് ചേഞ്ച് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻറ്റ് സ്പേസ് ആവശ്യമുണ്ട്. അതിന് ആ മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവന്നാലേ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ട് ചേഞ്ച് വരാൻ പറ്റും. WCCയുടെ മുന്നേറ്റം ഗുണം ചെയ്തിട്ടുണ്ടോ ഇത്തരം കാഴ്ചപ്പാടുകൾ? തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത കാര്യം മാത്രമാണല്ലോ ഗുണം ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഐ മീൻ ഓൾ ദിസ് കോൺവെർസേഷൻ ഇസ് ഐ തിങ്ക് നമ്മളുടെ അഡ്വക്കസീൻ്റെ എഫേർട്ടാണ്. അതിന് ഒരു വേറെ മറ്റു ആൾക്കാർ നമ്മളുടെ കൊളീഗ്സൊന്നും എടുത്ത് ഒരു സ്റ്റാൻഡ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ലല്ലോ. WCC മുഴുവനായിട്ട് ചെയ്ത അഡ്വക്കസിയുടെ ചേഞ്ചാണ് ഇത്.
നമ്മൾ ഈ വിക്ടിമിൽ നിന്ന് സർവൈവറിൽ കൊണ്ടുവന്ന കോൺവെർസേഷൻ തന്നെ അത് നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ്. സിനിമ ഇൻഡസ്ട്രി അൺഓർഗനൈസ്ഡ് ആണ്, അവിടെ ICൻ്റെ ആവശ്യമില്ല, ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് സെല്ലിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് അത് മാറ്റിയെടുത്തിട്ട് WCC തന്നെയാണ്. യുനോ ലൈക്ക് റെസ്പെക്ടിങ് എ വുമൻ ഇൻ വർക്ക് പ്ലേസ്, ബ്രിങ്കിങ് മോർ വുമൻ. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ വി ഹാവ് ക്രിയേറ്റഡ് എ ഫീമെയിൽ ഫിലിം മേക്കേഴ്സ് ഫണ്ട് വെർ യു ആർ പ്രൊമോട്ടിങ് വുമൻ ടു മേക്ക് ഫിലിംസ് ബിക്കോസ് യു നീഡ്, നമ്മളൊരു ഈക്വൽ സ്പേസിൽ കൊണ്ടുവരുന്ന സമയത്ത് യു നീഡ് എക്സ്ട്രാ സപ്പോർട്ട്, അഡീഷണൽ സപ്പോർട്ട്. സോ ഐ ഫീൽ ലൈക്ക് ഓൾ ഓഫ് ദോസ് ക്രെഡിറ്റ് ഹാസ് ടു ഗോ ടു WCC. ബട്ട് ആ ക്രെഡിറ്റും അല്ലെങ്കിൽ ഡിസ്ക്രെഡിറ്റും മുഴുവൻ WCCയുടെ ഒരു ബേർഡൻ ആയിട്ട് നിന്നിട്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ അപ്പ് ബൈ ദ എൻറ്റയർ ഇൻഡസ്ട്രി. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, എല്ലാവർക്കും വേണ്ടിയാണ്. എൻ്റെ മെയിൽ കോളീഗ്സിനും ബെനിഫിറ്റ് ആവുന്ന കാര്യമാണിത്. ഈ WCCയിൽ തുടക്കത്തിൽ വളരെ ശക്തമായി നിലപാടെടുത്ത ചിലരൊക്കെ പിന്നാക്കം പോകുന്നൊരു കാഴ്ചയും ഉണ്ടായി. ഇത്തരത്തിൽ ഇതിനുള്ളിൽ ഒരു പടലപ്പിണക്കം ഉണ്ട് എന്നുള്ള ധാരണയും പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? അല്ല, അകത്തൊന്നും സ്പ്ലിറ്റൊന്നുമില്ല. അകത്ത് നമ്മൾ അത്രത്തോളം നിങ്ങൾ കാണാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെന്താ പറഞ്ഞാലും ഈ ഹേമ കമ്മീഷൻ്റെ കോൺവെർസേഷൻ മുന്നേറ്റി കൊണ്ടുവന്നത് നമ്മളാണ്. 2022 ഫെബ്രുവരിയിൽ PIL വന്ന് ഹൈക്കോർട്ടിൽ വന്ന PILും റൂളിംഗ് വന്നത് നമ്മൾ കൊണ്ടല്ലേ. സോ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് ഇൻറ്റേർണലി എനി ഇഷ്യൂ. സംടൈം വി ആർ ഓൾസോ വർക്കിംഗ് പീപ്പിൾ. ഇത് നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചുമ്മാ നമ്മൾക്ക് ഇതിന് വേണ്ടി കാശോ അല്ലെങ്കിൽ സിനിമ ഓപ്പർച്യൂണിറ്റി നഷ്ടമായ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഭാഗ്യമായിട്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഈ തിരക്കും എല്ലാത്തിൻ്റെ ഇടയിൽ പിന്നെ മഞ്ജു മാത്രമല്ലല്ലോ ഈ ഓർഗനൈസേഷനിലുള്ളത്. ഞാനുണ്ട്, അഞ്ജലിയുണ്ട്, ഗീതുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്, മിരിയമുണ്ട്. ദർ സോ മെനി ഓഫ് ദെം ഫ്രം ഡിഫറെൻറ്റ് ട്രേഡ്സ്. നടികൾ മാത്രമല്ല, ഡയറക്ടേഴ്സ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ്, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. സോ യുനോ നിങ്ങൾ കാണുന്നത് വെറും ചില ആൾക്കാരോ അല്ലെങ്കിൽ ചില വ്യൂ പോയിൻറ്റ്സ് ആകാം. പക്ഷേ നമ്മളുടെ അകത്ത് അങ്ങനത്തെ വി ഹാവ് ലോട്ട്സ് ഓഫ് ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ. ദ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ ഓഫ് ബീങ് പാർട്ട് ഓഫ് WCCs എനിക്ക് കിട്ടിയ കുറേ ഫീമെയിൽ കമ്പാനിയൻസും മെൻറ്റേഴ്സും സുഹൃത്തുമാണ്. അതെനിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല സിനിമയിൽ. ഞാനിപ്പോഴും സിനിമ ഒരു ഭയങ്കര അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സിനിമ ചെയ്യും, പിന്നെ പോവും, പിന്നെ മറന്നു പോവും. അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ലാതെ ഇറ്റ്സ് ആക്ച്വലി എ പ്ലേസ് വെർ യു ക്യാൻ ഹാവ് കോൺവെർസേഷൻസ്. ടു മീ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ ഓഫ് ബീങ് ഇൻ WCC. ചിലപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കും, ചിലപ്പോൾ നിങ്ങൾ നോക്കില്ല. ദാറ്റ്സ് ഓക്കെ. മലയാള സിനിമയിലെ ആൺതാരങ്ങൾ അവർ പ്രായമാകും തോറും യുവത്വം നിലനിർത്തുകയാണെങ്കിൽ, വളരെ യങ്ങായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവസരങ്ങൾ കൂടുതൽ കിട്ടുകയും ചെയ്യും, ഒപ്പം തന്നെ അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്യും. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ എന്താ മലയാളത്തിലെ അവസ്ഥ? ഫീമെയിൽ ആക്ടർ ഐ ഡോണ്ട് സീ എനി ചേഞ്ച്. മേ ബി ആസ് എ യങ് മെയിൽ ആക്ടർ യു ആർ സീയിങ് ചേഞ്ച്. ഈ 20s 30s മെയിൽ ആക്ടേഴ്സിന് ദേ കൻ ബി സീയിങ് ചേഞ്ച്. ആദ്യം ഐ എം ഇൻ മൈ ലേറ്റ് 30s. സോ ആദ്യം Parvati is in her mid-30s. We're all in the same gen. So ആദ്യം 30s വന്നപ്പോൾ തന്നെ സ്ത്രീകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ട്. സ്ത്രീകളുടെ ഷെൽഫ് ലൈഫ് കംസ് ഡൗൺ ടു 20s ആൻഡ് ആക്ച്വലി ഫ്രം ടീൻസ് ടു 20s അവിടെയാണ് നിൽക്കുന്നത്. സോ ഐ തിങ്ക് ദർ ഇസ് എ ഹ്യൂജ് ഡൈവേഴ്സിറ്റി ഇഷ്യൂ. This is a major problem with diversity and lack of it. Because what is happening is the 20-year-old does the 40-year-old character and the 40-year-old is doing the 80-year-old person's character. അതും ആ 80-year-oldൻ്റെ പണിയും ആ 40-year-oldും ആ 20-year-old എല്ലാവർക്കും പ്രശ്നമാണ്. ബിക്കോസ് ഈ കുട്ടി 20 കഴിഞ്ഞിട്ട് 30 വരുമ്പോൾ അവൾ ഓൾറെഡി 40 കഥാപാത്രം ചെയ്തു. അപ്പോൾ 20 കഥാപാത്രം എപ്പോൾ ചെയ്യും? So there is a casting issue, and that casting issue comes from purely lack of diversity. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ ശ്രീജിത്തിനെ പോലെ പുതിയ സംവിധായകർ സിനിമയിലേക്ക് ധാരാളമായി കടന്നു വരുന്നു, പുതിയ നടീനടന്മാർ വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സിനിമയുടെ ഒരു മോണോപോളി, ഒരു കുറച്ചു പേരുടെ ഏകാധിപത്യത്തിലാണ് സിനിമ എന്നുള്ളൊരു സാഹചര്യം മാറി കുറച്ചുകൂടി സ്ത്രീകൾക്കൊക്കെ അനുകൂലമായൊരു സാഹചര്യം മലയാള സിനിമയിൽ വന്നിട്ടുണ്ടോ? ഇത് എൻ്റെ ഈ ജനറേഷനുള്ള ആളാണ് ശ്രീജിത്തും. ശ്രീജിത്ത് ഇങ്ങനത്തെ ഒരു കഴിവുള്ള സിനിമ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഐ എം ഷുവർ അതർ ഫിലിം മേക്കേഴ്സ് ഷുഡ് ബി ഏബിൾ ടു സീ ദാറ്റ് ഡൈവേഴ്സിറ്റി. ഈ പടത്തിൽ ഒരു ഷോർട്ടിലെ 20 സെക്കൻഡ് വരുന്ന ആൻഡ് ഐ എം നോട്ട് ടോക്കിംഗ് ഓൺലി അബൌട്ട് മെയിൻ ലീഡ് ആക്ടേഴ്സ്.
ആൻഡ് ദെയർഫോർ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾ സപ്പോർട്ടിംഗ് കാസ്റ്റ്. എല്ലാവരും ഈ പടത്തിൽ വന്ന ഒരു 2-10 സെക്കൻഡിന് വരുന്ന ക്യാരക്ടേഴ്സും ഭയങ്കര ശ്രദ്ധിച്ച് കാസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അത്രത്തോളം നമ്മൾ സ്നേഹിച്ച ഒരു കഥ പറയാൻ തുടങ്ങിയാൽ ഐ തിങ്ക് ദ ചേഞ്ച് വിൽ കം. നമ്മൾ വെറുതെ സിനിമയിൽ കാശ് ഉണ്ടാക്കണം, അങ്ങനെ ഒരു നല്ല കഥ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ജീവിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിന്നാൽ നമ്മൾ കാഴ്ച മാറ്റില്ല. എനിക്കിത് കൺവീനിയൻ്റ് ആണ്, എനിക്ക് ഫീമെയിൽ ക്യാരക്ടേഴ്സ് പറയാൻ അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് കംസ് ഫ്രം പ്യൂർലി ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി. ഈ കഥ ഇല്ലല്ലോ, കഥ കുറേ ഉണ്ടല്ലോ. എല്ലാ ഏജ് ഗ്രൂപ്പ്സിലും കഥകളുണ്ട്. ടീനേജിൽ നിന്ന് കേറ്റ് വിൻസ്ലെറ്റിൻ്റെ ആക്ച്വലി ആദ്യത്തെ ഐ തിങ്ക് അവാർഡ് വാസ് വെൻ ഷി വാസ് 12 years old ഫോർ എ ഫിലിം വിച്ച് ഷി ഡിഡ്. ആൻഡ് അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് റിയലി ഇഫ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ആൻഡ് എംബ്രേസ് ഡൈവേഴ്സിറ്റി നമ്മൾ സിനിമ എവിടെയും മുമ്പ് പോവില്ല. ബിക്കോസ് ഓഡിയൻസ് ഇസ് ഓൾവേസ് ഡൈവേഴ്സ് ആൻഡ് റെഡി. WCCയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് ഇപ്പോൾ റീമോക്ക് അല്ലെങ്കിൽ പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ, അങ്ങനെ നിരവധി പേർക്ക് അവസരം കുറഞ്ഞതായി ഒരു തോന്നൽ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വെരി വെരി റോങ്. ബിക്കോസ് നമ്മളൊരു പേഴ്സണൽ സ്റ്റാൻഡ് ആയതുകൊണ്ട് നമ്മളെ കഴിവൊന്നും മാറിയില്ലല്ലോ. ആസ് എൻ ആക്ടർ യു സ്റ്റിൽ കോൺട്രിബ്യൂട്ട് ദാറ്റ് മച്ച്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ എടുക്കുന്നതില്ല എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മലയാളികൾക്കെല്ലാം വളരെ താല്പര്യമുള്ളൊരു ചോദ്യമായിരിക്കും, പത്മപ്രിയ ഇത്രയും കാലം എവിടെയായിരുന്നു? അപ്പോൾ ഞാൻ എൻ്റെ കരിയറിൻ്റെ പീക്കിലാണ് ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പഴശ്ശി ചെയ്യുന്ന സമയത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ബിക്കോസ് പഴശ്ശി ചെയ്യുന്ന സമയം എനിക്ക് ഒരുപാട് സമയം കിട്ടിയില്ല. 1 വർഷം എടുത്ത സിനിമയാണ്. അതിൻ്റെ കൂടെ ഐ സ്റ്റഡി എൻവയറമെൻറ്റൽ ലോ. വയനാടിൻ്റെ ഒരു ട്രൈബൽസിന് കുറച്ച് ആ കഥയായാലും ഞാനപ്പോൾ ആ സമയത്തിൽ ഒരിസയുടെ കുറേ ട്രൈബൽസിൻ്റെ കൂടെ അവരുടെ കൂടെ ഇരുന്നു, അവരോടൊക്കെ സംസാരിച്ചു, അവരുടെ ലൈഫൊക്കെ മനസ്സിലാക്കി. And then I felt like I want to understand the space, public administration a little more. I want to understand what welfare is. നമ്മളെപ്പോഴും ഡെമോക്രസി ഇങ്ങനത്തെ വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിക്കുമല്ലോ ജീവിതത്തിൽ. When we say about democracy, patriarchy, we talk about so many things. I want to understand my society better. And that's how I applied for my Masters in Public Administration. And fortunately, എനിക്ക് സ്കോളർഷിപ്പോടെ കൂടെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒരു അവസരം കിട്ടി. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ്. നല്ല പേടിയിലെടുത്ത ഒരു തീരുമാനമായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ചേട്ടനും കിട്ടി, കല്യാണം കഴിച്ചു, തിരിച്ച് വന്ന് ഐ വർക്ക്ഡ് ഇൻ എ കപ്പിൾ ഓഫ് ഓർഗനൈസേഷൻസ് ഇൻ എ 9 to 5 ജോബ്. നല്ല ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഐ ഹാഡ് ഡിസൈഡഡ് ടു കം ബാക്ക് ടു സിനിമ. അതിൻ്റെ കൂടെ തെക്കൻ വന്നു, 2-3 സിനിമകൾ വന്നു. ഉറച്ച നിലപാടുകൾ കൊണ്ട് വേറിട്ട ഇരിപ്പിടം സിനിമയിൽ ഒരുക്കിയിട്ടുള്ള പ്രിയ ഇനിയും സജീവമായി മലയാള സിനിമയിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.